അദ്ദേഹത്തിന് എന്റെ വാക്കുകൾ കേൾക്കുന്നതിനെക്കാട്ടിലും താല്പര്യം ഒരു ജഡ്ജി, ഇത് കമ്മീഷൻ ഞാൻ പറയുന്നില്ല, എന്ത് നടന്നു പിന്നെ എന്ത് നടന്നു, ഐ വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ആ ബെഡ്റൂം സീറ്റ്സ് ആരൊക്കെ ഇതാക്കിയോ, അദ്ദേഹത്തിന്റെ മുഖത്തെ ആ ഭാവം, അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സമയത്ത് കണ്ട എക്സൈറ്റ്മെന്റ്, ഒരു ജഡ്ജി ഒരു ആളെ കേൾക്കുന്ന പോലെയല്ലേ എനിക്ക് തോന്നുന്നത്. ജസ്റ്റിസ് ടിന കമ്മീഷൻ ഉണ്ടാക്കി സമൂഹത്തിൽ യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ത്രീ വന്ന് ഈ കമ്മീഷന്റെ മുമ്പിൽ ഇരുന്ന് സോളാർ നായികയെ കുറിച്ച് ഞാൻ പറയുന്നത്, അവർ പറഞ്ഞ വിവരങ്ങൾ കേട്ട് എഴുതിയെടുത്ത് ഈ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ജസ്റ്റിസ് ശിവരാജ് കമ്മീഷൻ. ഞാൻ ജസ്റ്റിസ് തള്ളി പറഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്ത് CPM-ന്റെ ഘടകകക്ഷി എന്ന് പറയുന്ന CPI-യിലെ ദിവാകരൻ തന്നെ ഒരു കലൽ വഴിയെന്ന പുസ്തകത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 കോടി രൂപ വാങ്ങിച്ചു ഒരു ജസ്റ്റിസും സ്ത്രീയും കടകുട റിപ്പോർട്ട് എഴുതിയിട്ടു. അതാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട്. എന്റെ വാക്കുകളല്ല, ദിവാകരന്റെ വാക്കുകളാണ്. അതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു CPM-ന്റെ രാഷ്ട്രീയപരമായ ഒരു നിയമനത്തിലൂടെ ആ സ്ഥാനത്തെത്തിയ ആൾ രാജിവെക്കുമ്പോൾ നമ്മുടെ CPM-ന്റെ ജനപ്രതിനിധിയായ MLA-ക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ സ്ഥാനത്ത് നിന്ന് മാറി നിന്നാണ് നേരിടുന്നത്. നമ്മുടെ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സിനിമാ മേഖലയിലെ നടികളെ ഏറ്റവും കൂടുതൽ കാലം പീഡിപ്പിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. നമസ്കാരം. ഇന്ന് കേരളത്തിൽ വയനാട് ഭൂകമ്പത്തിന് ശേഷം മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. ചലച്ചിത്ര മേഖലയിലാണ് ഈ ഉരുൾപൊട്ടൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതും, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പല ഭാഗങ്ങൾ, ഏതാണ്ട് 60ഓളം പേജുകൾ സർക്കാർ വെട്ടിമാറ്റിയിട്ടാണ് പിന്നീട് അത് പുറത്തുവിട്ടത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും അത് ഒച്ചപ്പാടായിരിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിലെ കൗൺസിലറായ പത്മജ മേനോൻ നമ്മോടൊപ്പമുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ടല്ല, ഇറ്റ് ഇസ് നോട്ട് എ ജുഡീഷ്യറി ബോഡി. അപ്പോൾ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് മുതൽ തുടങ്ങി പിണറായി വിജയന്റെ ഗൂഢതന്ത്രം. കാരണം കമ്മീഷനാണെങ്കിൽ അതൊരു ജുഡീഷ്യൽ ബോഡിയാണ്. ആ ജുഡീഷ്യൽ ബോഡി ഉണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണം. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും അരാജകത്വങ്ങളും ചോദ്യം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അതിനെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം WCC എന്ന സംഘടന, മഞ്ജു വാര്യരുടെയും റീമ കല്ലിങ്ങിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള 5ഓളം സ്ത്രീകൾ, പിന്നീട് അതിലേക്ക് ഒരുപാട് ആളുകൾ വന്നേർന്നു. അവർ മുഖ്യമന്ത്രിയെ കണ്ടൊരു നിവേദനം കൊടുക്കുകയും ഈ നിവേദനത്തിന് ഒടുവിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ജസ്റ്റിസ് ഹേമ 2.5 വർഷക്കാലം കൊണ്ടാണ് ഈ റിപ്പോർട്ട് എടുത്തത്. മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ അപ്രമുഖരായിട്ടുള്ള ധാരാളം പ്രവർത്തകർ, സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ള നടികൾ അടക്കമുള്ള ആളുകളെ കണ്ട് റിപ്പോർട്ടുണ്ടാക്കി. ഈ റിപ്പോർട്ട് 2019 ഡിസംബർ ലാണ് സമർപ്പിക്കുന്നത്. ഡിസംബർ 19 എന്നാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ 1ാം പിണറായി വിജയൻ സർക്കാരിൽ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബാലനും കൂടി ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം 4.5 വർഷക്കാലമാണ് മുഖ്യമന്ത്രി ഇതിൽ അടയിരുന്നത്. ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിന് നേരെ കേസെടുക്കും, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്കെതിരെ കേസെടുക്കും എന്നൊരു നില വന്നപ്പോഴാണ് ഏതാണ്ട് 60ഓളം പേജുകൾ, ഇപ്പോൾ അറിയുന്ന 90ഓളം പേജുകൾ വെട്ടിമാറ്റിയിട്ടാണ് പുറത്തേക്ക് വിട്ടേക്കുന്നത്. ഈ വിഷയം വളരെ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. വെട്ടിമാറ്റിയ പേജുകൾ പുറത്തു വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നു. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇതിനെ ഏത് രീതിയിൽ വിലയിരുത്തും? ആദ്യം ഈ റിപ്പോർട്ടിനെ കുറിച്ച് 5 ദിവസത്തിന് ശേഷമാണ് അമ്മ എന്ന ചലച്ചിത്ര സംഘടന പ്രതികരിച്ചത്. അതിൻ്റെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ 4, 5, 6 പേര് കൂടി ചേർന്നിട്ട് ഒരു എക്സിക്യൂട്ടീവ് ചേർന്നിട്ട് പ്രതികരണം ഉണ്ടായി. ഇതിൽ സിദ്ദിഖ് വളരെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ വിനയാന്വിതനായി തന്നെ അദ്ദേഹം പറഞ്ഞ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത ദിവസം അദ്ദേഹത്തിനെതിരെ ഒരു നടി, രേവതി സമ്പത്ത് എന്ന് പറഞ്ഞൊരു നടി, അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ, അതും പോക്സോ നിയമപ്രകാരം കേസെടുക്കാവുന്ന കാര്യമാണ്. ഇനിയിപ്പോ സിദ്ദിഖ് പറയുന്നത് പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സിദ്ദിഖ് നിരപരാധിയാണെങ്കിൽ തെളിയിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ നമ്മൾ ഒരു കാരണവശാലും ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ നിയമത്തിനും പുറകെ പോയിട്ട് അവർ നിരപരാധികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ കള്ളക്കേസ് കൊടുത്ത യുവതികൾക്കെതിരെയും നടപടി വേണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, അത് ഒരു എന്താ പറഞ്ഞ, അതൊരു രാഷ്ട്രീയപരമായ ഒരു നിയമനമാണ് അത്, അല്ലേ? രഞ്ജിത്ത് എന്ന സംവിധായകന്റെ സൈറ്റില് ശ്രീലേഖ മിത്ര എന്ന് പറഞ്ഞ ബംഗാളി നടിക്കുണ്ടായ പീഡനത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പോലും പറയാതെ വലതുപക്ഷ മാധ്യമങ്ങൾ തനിക്കെതിരെ ഉയർത്തിയ ഇങ്ങനെ ഒരു പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു CPM-ന്റെ രാഷ്ട്രീയപരമായ ഒരു നിയമനത്തിലൂടെ ആ സ്ഥാനത്ത് എത്തിയ ആള് രാജിവെക്കുമ്പോൾ നമ്മുടെ CPM-ന്റെ ജനപ്രതിനിധിയായ MLA-ക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണ്ടേ?
അതിനൊരു കാരണം പറഞ്ഞു. ഇതിനു മുമ്പ് ഒരു UDF MLA-ക്കെതിരെ ഇതുപോലൊരു ലൈംഗിക ഇത് വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചില്ല. പിന്നെ ഞാൻ എന്തിനു രാജിവെക്കണം? അല്ല, അവിടെ എന്താണ് ഇത് തമ്മിൽ വ്യത്യാസം? ജസ്റ്റിസ് ശിവരാജ് കമ്മീഷൻ ഉണ്ടാക്കി സമൂഹത്തിൽ യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ത്രീ വന്ന് ഈ കമ്മീഷന്റെ മുമ്പിൽ ഇരുന്ന് സോളാർ നായികയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവര് പറഞ്ഞ വിവരങ്ങൾ കേട്ട് എഴുതിയെടുത്ത് ഈ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു, ജസ്റ്റിസ് ശിവരാജ് കമ്മീഷൻ. ഞാൻ ജസ്റ്റിസ് തള്ളി പറയുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് CPM-ന്റെ ഘടകകക്ഷി എന്ന് പറയുന്ന CPI-യിലെ ദിവാകരൻ തന്നെ അദ്ദേഹത്തിന് കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 കോടി രൂപ വാങ്ങിച്ച ഒരു ജസ്റ്റിസും ഒരു സ്ത്രീയും കൂടി ചേർന്ന് കണഗുണ റിപ്പോർട്ട് എഴുതി വെച്ചു. അതാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് എന്നത് എൻ്റെ വാക്കുകളല്ല, ദിവാകരന്റെ വാക്കുകളാണ്. വേറൊരു കാര്യം പറയട്ടെ. ഒരു ലേഡി ഇതുപോലെ ഇങ്ങനെ വന്ന ലേഡി പറയായിരുന്നു, അദ്ദേഹത്തിന് എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനെക്കാട്ടിലും താല്പര്യം ഒരു ജഡ്ജി, ഇത് കമ്മീഷൻ ഞാൻ പറയുന്നില്ല, എന്ത് നടന്നു പിന്നെ എന്ത് നടന്നു, ഐ വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ആ ബെഡ്റൂം സീൻസോ ആരൊക്കെ ഇതാക്കിയെന്നോ, അദ്ദേഹത്തിൻ്റെ ആ മുഖത്തെ ആ ഭാവം, അദ്ദേഹത്തിൻ്റെ ആ മുഖത്തെ ആ സമയത്ത് കണ്ട ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ജഡ്ജി ഒരു ആളെ കേൾക്കുന്ന പോലെയല്ല എനിക്ക് തോന്നിയത്. അദ്ദേഹവും അത് എൻജോയ് ചെയ്യുന്ന പോലെ, എന്നിൽ നിന്നും പല ഇതും കേട്ടിട്ട് അതിൽ അദ്ദേഹം രമിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയെന്ന്. എങ്ങനെ നമ്മളൊരു കമ്മിറ്റിയുടെ മുമ്പിൽ പോലും ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ഈ കാര്യത്തിൽ എവിടെയാണ് നീതി നടപ്പാക്കിയിരിക്കുന്നത്, എവിടെ നിന്ന് നീതി കിട്ടും? ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായി നിഷ്പക്ഷമായിട്ട് അവരത് ആ റിപ്പോർട്ട് ഉണ്ടാക്കി. നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും നല്ല അവാർഡ് നേടിയ പൃഥ്വിരാജ് അതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു. പൃഥ്വിരാജിന്റെ സെറ്റിൽ അവർ ചെന്നിട്ടുണ്ടായിരുന്നു, മൊഴി കൊടുത്തു. പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ നടപടി എടുക്കണമോ ആ രീതിയിൽ നടപടി എടുക്കണം. ഇനിയിപ്പോ ഇവരെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകളാണെന്ന് പറയുന്നെങ്കിൽ അവർക്കെതിരെ നടപടി വേണം. എന്തായാലും നടപടി വേണം എന്നുള്ള കാര്യത്തിൽ നടപടിയായി തന്നെ വേണം. മാത്രമല്ല, ആ മാറ്റിവെച്ച 90 പേജ് ആർജവമുള്ള ശ്രീ പിണറായി വിജയൻ, അതായത് കേരളത്തിലെ സ്ത്രീകളോട് അല്പമെങ്കിലും താങ്കൾക്ക് കരുണയുണ്ടെങ്കിൽ ആ മാറ്റിവെച്ച 90 പേജുകൾ എത്രയും വേഗം പബ്ലിഷ് ചെയ്ത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് അതിൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഏതായാലും ഈ വിഷയത്തിൽ മാഡം ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സിനിമാ മേഖലയിലെ നടികളെ ഏറ്റവും കൂടുതൽ കാലം പീഡിപ്പിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സാംസ്കാരിക അദ്ദേഹത്തിന് എന്തെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ രാജിവെച്ചു പോകണം അദ്ദേഹം. എന്തായാലും ശ്രീ സജി ചെറിയാൻ, ഞാൻ സാംസ്കാരിക മന്ത്രി എന്ന് പറയില്ല. ഞാൻ മമതാ ബാനർജി എന്താണ് പറയില്ല, വെറും ശ്രീമതി ബാനർജി എന്നേ ഉള്ളൂ. എല്ലാവരും മമതാ ദീദി എന്ന് പറയും, ഞാൻ പറയില്ല. അത്രയധികം സ്ത്രീകളെ ദ്രോഹിക്കുന്ന വ്യക്തിയാണ്. ഐ ജസ്റ്റ് കോൾ ഹർ ശ്രീമതി ബാനർജി. മമത ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ? അതുപോലെ ശ്രീ സജി ചെറിയാൻ ഇപ്പൊ ദുരന്തകാലത്ത് പോലും ദുരന്തത്തിൽപ്പെട്ട ആളുകൾ, വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് DYFI ഫുട്പാത്തിൽ തട്ടുകട നടത്തി, നല്ല കാര്യം. പക്ഷെ അത് അനധികൃതമാണ് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പത്മജ മേനോൻ അവരെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചത്. നിങ്ങളുടെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്, കോർപ്പറേഷൻ ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങൾക്ക് അവിടുന്ന് കൃത്യമായ ലൈസൻസ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്നു എന്ന് പറയുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പത്മജ മേനോൻ ഈ കാര്യത്തിലും തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെയാണ് ഈ നടികളെ പീഡിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ കുറ്റവാളി എന്നാണ് പത്മജ മേനോൻ പറയുന്നത്.